അമ്മ ഇവിടെ ഉണ്ടായിരുന്ന ആകപ്പാടെ ചില്ലറ പൈസയൊക്കെ നുള്ളിപ്പറക്കി ഇരുന്നാണ് പോയി. എന്തെങ്കിലുമൊക്കെ പട്ടി ഓടാ പറഞ്ഞത് ഓടിക്കൂടാ. നിങ്ങൾ വിചാരിക്കും അമ്മ വേറെ എവിടെയാ പോയി. ഞാനും അമ്മയും മോനും ഒക്കെ എപ്പോഴും തല്ലി പിടിക്കും കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ. ഇന്ന് പ്രത്യേകിച്ചൊരു പരിപാടിയില്ല, വെറുതെ വീട്ടിൽ കുത്തിയിരിപ്പാണ്. കാരണം അമ്മ ഇന്നില്ല. അമ്മ ഇന്ന് ഞങ്ങളെയൊക്കെ ഇവിടെ തനിച്ചാക്കിയിട്ട് അമ്മ ഒരു സ്ഥലം വരെ പോയി. ഇന്ന് വെറുതെ വേറെ ഒരുപാട് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. കാരണം അമ്മയില്ല, അതുകൊണ്ട് വെറുതെ ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ. വെറുതെ ചുമ്മാ ഇരുന്നപ്പോൾ ഭയങ്കര വിഷമം വന്നേ അമ്മയില്ലാഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ബോറടിക്കുന്നവരെ സംസാരിക്കാമല്ലോ, അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അടിക്കും എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നവരെ വെറുതെ ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ. അമ്മ ഇവിടെ ഇല്ലെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്മ വേറെ എവിടെയാണ് പോയി, ചേച്ചിയുടെ കൂടെ ചിലപ്പോൾ UK പോയിട്ടുണ്ടാവും എന്നൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിച്ചേക്കുന്നത്. അമ്മ അങ്ങനെ ചേച്ചിയുടെ കൂടെ UK പോയൊന്നുമല്ല കേട്ടോ. അമ്മ അയൽക്കൂട്ടത്തിന് പോയി. അതാണ് സത്യം. ശീതമ്മ അകത്തിടന്ന് ഉറങ്ങുവാണ്. ഞാൻ അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണേ. അമ്മ അയൽക്കൂട്ടത്തിന് പോയി. ഞങ്ങളിപ്പോൾ ഇവിടെ ആയൂരാണല്ലോ വീട്ടിൽ. അപ്പോൾ അമ്മയുടെ അയൽക്കൂട്ടമൊക്കെ എന്ത് പറയാം, ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ടുണക്കിരിക്കുന്നത്. നേരെ ഇരിക്കണം, എയർ വിട്ടിരിക്കണം, മസിൽ വിട്ടിരിക്കണം. അമ്മ നമ്മൾ ബിദ്രയിലുള്ള വീട്ടിലല്ലേ, അപ്പോൾ അവിടെ അയൽക്കൂട്ടാണ്. അമ്മ ഇപ്പോൾ 2-3 മാസമായി പോയിട്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്ന ആകപ്പാടെ ചില്ലറ പൈസയൊക്കെ നുള്ളിപ്പറക്കി ഇരുന്നാണ് പോയത് ഫൈൻ അടയ്ക്കാൻ. കാരണം കുറേ നാളത്തെ പൈസ അടയ്ക്കാനുണ്ടല്ലോ. അപ്പോൾ ഫൈൻ അടച്ചില്ലെങ്കിൽ അവിടെ പെണ്ണുങ്ങളെല്ലാം കൂടെ അമ്മ ഓടിച്ചിട്ട് തല്ലും. ഇപ്പോൾ രാവിലെ പോയി. ഇപ്പോൾ നാളെ ഉച്ചയൊക്കെ അമ്മ വരും. എങ്കിലും അമ്മ വീട്ടിലുള്ളപ്പോൾ ഞാനും അമ്മയും മോനും ഒക്കെ എപ്പോഴും തല്ലി പിടിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ. പട്ടി ഓടാ പറഞ്ഞത് ഓടിക്കൂടാ. പട്ടി ഓടിക്കൊണ്ട് വന്നതാണ്, ഞങ്ങൾ പിടിച്ച്. ഇപ്പോൾ പട്ടിക്ക് മുന്നേ ഞങ്ങൾ ഓടിപ്പോയാനെ. അപ്പോൾ പറഞ്ഞു വന്നത്, ഞങ്ങളിങ്ങനെ വീട്ടിലുള്ളപ്പോൾ അമ്മയും ഞാനും ഒക്കെ വീട്ടിലുള്ളപ്പോൾ ഒരുമിച്ചുള്ളപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുതെ കുശുമ്പം കൊണ്ടായി, വേറെ ഒന്നുമല്ല. ദേ ഈ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഏവൻ ഭയങ്കര ഭയങ്കര ഇതാട്ടോ. അവൻ എപ്പോഴും എൻ്റെ അമ്മയുടെ തല്ലി പിടിക്കൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ അവരെ കെട്ടിയിടും. അങ്ങനെ അമ്മ വീട്ടിലുള്ളപ്പോൾ ഞങ്ങൾ തല്ലി പിടിക്കുമെങ്കിലും അമ്മ കുറച്ച് നേരത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിന്നാൽ ഭയങ്കര മിസ്സിങ് ആണ്. എന്ന് പറഞ്ഞാൽ അമ്മ കുറേ ദിവസത്തേക്ക് എവിടെയോ പോയിട്ടുള്ള ഒരു ഫീലാണ്. ഞങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ ഒരു 10-60 രൂപ ബസ് ഫെയർ അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് പോകാൻ പറ്റും, അമ്മയ്ക്ക് ഇങ്ങോട്ടും വരാൻ പറ്റും. പക്ഷേ എങ്കിലും അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ അമ്മ ഇല്ലെങ്കിൽ മിസ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. എവിടാന്നല്ലേ, വാ കാണിച്ചു തരാം. ദേ ഇതാണ് ഞങ്ങളുടെ അടുക്കള. അമ്മ ഇവിടെ വീട്ടിലുള്ളപ്പോൾ എപ്പോഴും ഇതിനകത്തുണ്ടാവും. ക്ലിയർ ഇല്ല കേട്ടോ, വെട്ടം കുറവാണേ. അമ്മ എപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. എന്നാൽ ജോലിയൊന്നും ഉണ്ടാവില്ല. രാവിലെ തന്നെ അമ്മയുടെ ജോലിയൊക്കെ കഴിയുമെങ്കിലും അമ്മയ്ക്ക് എപ്പോഴും അടുക്കളയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇപ്പോൾ അമ്മ ഇല്ലെങ്കിലുണ്ടല്ലോ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വരെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന അമ്മയെ. മറ്റേത് അമ്മ എപ്പോഴും ഇവിടെ കാണും. അല്ലെങ്കിൽ ദേ ഇരിക്കുന്ന കസാര ഉണ്ടോ, ശരിക്കും ഞാൻ അമ്മയെ കഴിയാത്ത അമ്മ ഇരുന്നിരുന്ന് അതിങ്ങനെ തേഞ്ഞെന്ന്. കസാര ഉണ്ടോ, അമ്മ ഇരുന്നിരുന്നത് കുഴിഞ്ഞതെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഈ ഒരു കസാരയിൽ ഇരിപ്പുണ്ടാവും. ഇന്ന് രാവിലെ പോകണമെന്നുള്ളത് അമ്മ എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വെളുപ്പിന് വേണ്ടിയിട്ട് എൻ്റെ ചോറ്, ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറികൾ വെണ്ടയ്ക്ക, അമ്മയുടെ സ്പെഷ്യൽ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സാധനം. അല്ല, എനിക്ക് പിന്നെ ഇഷ്ടമല്ലാത്തതായിട്ടൊന്നും ഇല്ലല്ലോ ഫുഡ് ഐറ്റംസിൽ. ഇത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. പിന്നെ അടുത്തതാണ് ഒരു സ്പെഷ്യൽ കറി. കണ്ടോ, വാള മീനിൻ്റെ കറി. എന്തിയാ സ്പൂണ്? ദേ ഇരിക്കുന്നു വാള. കണ്ട, നല്ല തേങ്ങ അരച്ച് നല്ല മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ഇട്ടിട്ട്. ദൈവമേ, മുരിങ്ങയ്ക്കെന്ന് പറയുകയും ചെയ്തു. ഇതിനകത്ത് മുരിങ്ങയ്ക്ക് ഇട്ട് കാണാനും ഇല്ലല്ലോ. സോറി ഗേസ്, മുരിങ്ങയ്ക്കില്ല, മുരിങ്ങയ്ക്ക് ഇടാത്ത മീൻകറി. കണ്ടോ. അല്ല, അമ്മ പിള്ളേരുള്ളതുകൊണ്ട്, ഇപ്പോൾ ഒന്നാമത് ശീതം ഉള്ളതുകൊണ്ട് അവളിങ്ങനെ തറയിലൊന്നും ഇപ്പോൾ ഒട്ടും ഇരിക്കത്തില്ല കേട്ടോ തറയിൽ. ഇപ്പം മിക്കപ്പോഴും വീഡിയോ ഷോർട്സ് നമ്മൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ശീതൂട്ടി എന്തെങ്കിലും ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശീതുവിനെ കാണിക്കാത്തത് അവളിപ്പോൾ ഭയങ്കര ചട്ടമ്പിയാന്നേ. 11 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും തറയിൽ ഇരുത്താൻ പറ്റത്തില്ല അവൾ അതുപോലെ ഓടും. 4 കാലിൽ ഇഴഞ്ഞിങ്ങനെ ഓട്ടമാണ്. അപ്പോൾ ആളവിടെ കിടക്കുക, എന്നതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. എന്നിട്ട് ഇഴഞ്ഞ് ഓടുമ്പോൾ പുള്ളിക്കാരി തനിയെ വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മിക്കപ്പോഴും ഞാൻ അമ്മയുടെ കയ്യിൽ അവളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് മിക്ക വീഡിയോകളിൽ ശീതൂട്ടി ഇല്ലാത്തത്. അപ്പോൾ ശീതു ഉള്ളതുകൊണ്ടും കുഞ്ഞിന് എവനും പനി, ശീതുവിനും പനിയാണ്, എനിക്ക് സുഖമില്ല. അതുകൊണ്ട് അമ്മ രാവിലെ പോകുന്നതിന് മുന്നേ വെളുപ്പിനെ, ഞങ്ങളൊക്കെ നല്ല ഉറക്കുക, ആ ടൈമിൽ പാവം എണീറ്റ് ചോറ് വെച്ചു, കറികളുണ്ടാക്കി, ദോശ ഉണ്ടാക്കി, അതിന് കറി ഉണ്ടാക്കി. എന്താ പറയാനാ, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എൻ്റെയും കുഞ്ഞിൻ്റെയൊക്കെ തുണികൾ വരെ നാക്കുടക്കി തുണികൾ വരെ അലക്കിയിട്ടിട്ടാണ് അമ്മ പോയിരിക്കുന്നത് കേട്ടോ. ശരിക്കും അമ്മ പോയതിൻ്റെ പുറകെ അച്ഛനും നൈസായിട്ട് റോട്ടിൽ മുങ്ങി. അപ്പോൾ ഇനിയിപ്പം അമ്മ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ നോക്കി ലേറ്റായി വരത്തുള്ളൂ. ഇവിടെ വന്നിട്ടൊന്നും ചെയ്യാനും ഇല്ല, കാണാനും ആയിട്ടില്ല. ഞങ്ങളുടെ മോൻ തന്നെ എത്രയെന്ന് പറഞ്ഞ അച്ഛൻ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അച്ഛനും റോട്ടിൽ പോയി. അച്ഛൻ ഇപ്പോൾ കുറേ കണ്ടു വരത്തുള്ളൂ. അച്ഛൻ രാവിലെ പോയി ഞാൻ അമ്മയുടെ കൂടെ. ഇപ്പോൾ സമയം എത്രയായി, വാങ്ങ് വിളിക്കുന്നു, 12:30 മണി കണ്ടായിട്ടുണ്ട്. ഇത്രയും സമയമായിട്ട് അച്ഛൻ വന്നിട്ടില്ല. അപ്പം ഞാനും മോനും മാത്രമേ ഉള്ളൂ. ശീതമ്മ ഉറക്കം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തനിച്ചായ പോലൊരു ഫീലിങ്സ്. ശരിക്കും അതാട്ടോ. ഞാനപ്പോൾ അമ്മ ഇവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്,
ശരിക്കും പറഞ്ഞാലേ നമുക്ക് ഇപ്പോൾ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്, അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്, ഇങ്ങനെ ഒരു ദിവസത്തെ മാറി നിൽക്കലൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ഉരുള് പൊട്ടിയ സ്ഥലങ്ങളില്ലേ, അപ്പോൾ അവിടേക്ക് എന്തോരം കുഞ്ഞുങ്ങളായാലും എല്ലാവരും അല്ലേ, അമ്മ നഷ്ടപ്പെട്ടവരും അച്ഛൻ നഷ്ടപ്പെട്ടവരും അങ്ങനെ എന്തോരം ആൾക്കാർ, അവരൊക്കെ എങ്ങനെയായിരിക്കും ഇത് സഹിക്കണേ അല്ലേ? ഒരു കുടുംബം തന്നെ പോയിട്ട് ഒരു കൊച്ചു മാത്രമായിട്ട് രക്ഷപ്പെട്ട ഇതൊക്കെ നമ്മൾ കഥകളൊക്കെ നമ്മൾ വാർത്തയിൽ കേട്ടു. അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ആലോചിക്കുക. ഇതേ ഞാൻ പറഞ്ഞ ആള് ഉറക്കം എണീറ്റ് ഇതേ ഇരിപ്പുണ്ട് കേട്ടോ, ചാടി എണീറ്റിരിക്കും. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി വന്നതാ, കാരണം ഇല്ലെങ്കിൽ പുള്ളിക്കാരി ഇവിടെ നിന്ന് ഇഴഞ്ഞു തുടങ്ങും, മൂട്ടി വീഴും. ശീതമ്മ ഇങ്ങോട്ട് നോക്കിയേ, ശീതമ്മയുടെ ഫാൻസുകാർ ഒത്തിരി പേരുണ്ട്. ഒരു ഹായ് പറഞ്ഞേ കുഞ്ഞ്, ശീതമ്മ ഒരു ഹായ് പറയൂ, ഹായ് പറയൂ. ഒരുപാട് അങ്കിളുമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട് മോളെ ചോദിക്കുന്നത്. മോളെ കാണുന്നില്ല, കുഞ്ഞിന് വയ്യ കേട്ടോ, കുഞ്ഞിന് സുഖമില്ല. അയ്യോ എൻ്റെ കുഞ്ഞിന് സുഖമില്ല എടാ, നോക്കട്ടെ, ജലദോഷവും പനിയും ഒക്കെ ആയിരുന്നു. പുള്ളിക്കാരിക്ക് ഇച്ചിരി ഓക്കെ ആയി വരുന്നേ ഉള്ളൂ, ഓക്കെ ആയിട്ടില്ല. നമ്മുടെ ശീതമ്മ ഉറക്കം വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഷോർട്സ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, കാരണം അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കുക്കിംഗ് ചെയ്തിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഷോർട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഈ ആശാത്തി എൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു കാര്യവും നടക്കില്ല. ഇവിടെ അധികം നേരം ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര കൊതുകാണ്. അച്ഛനാണോ അവിടെ ആയിരുന്നു? അല്ല അപ്പനല്ല, വേറെ ആരോ വഴിയെ പോയതാ. വഴിയെ പോയി ആരെയും കയറി ഞാൻ അച്ഛാന്ന് വിളിച്ചു, അടി കിട്ടാൻ ഞാൻ വഴിയായി. ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് പ്രോഗ്രാമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡ് അടി മാത്രമേ ഉള്ളൂ ഗൈസ്. അത് പിന്നെ നമുക്ക് എപ്പോഴും ഉള്ളതായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇന്ന് അങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ നിങ്ങളിങ്ങനെ പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, അതൊക്കെ കൂടി പറയാൻ വേണ്ടിയിട്ടായിട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് എടുക്കുന്നത്. എല്ലാ ആൾക്കാർ എല്ലാവരും ഇല്ല, ഒരു കുറച്ച് ആൾക്കാർ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും പറഞ്ഞോട്ടെ. ചിലർ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടാൽ പറയും നിങ്ങൾക്ക് എന്ന് ഫുഡ് അടി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും. എന്നാൽ പുല്ല് പോട്ടെ, ട്രാവലിംഗ് വീഡിയോ ഇടാന്ന് വെച്ചാൽ ചോദിക്കും നിങ്ങൾ എന്നും എവിടെ ആയി പോകുന്നത് കറങ്ങാൻ, നിങ്ങൾക്ക് അത് മാത്രമേ വീഡിയോ എടുക്കാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പേര് തലമുടി വിടറി ഫുഡ് ആൻഡ് ട്രാവൽ എന്നാണ്. അപ്പോൾ ഫുഡും ട്രാവലിങ്ങുമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫാമിലി വ്ളോഗാണ്. അപ്പോൾ എല്ലാവരുടെ പറയുന്നതല്ല, അതങ്ങനെ ചിന്തിക്കരുതേ, നെഗറ്റീവ് വിചാരിക്കരുത്. ചില ആൾക്കാർ മിക്കപ്പോഴും ഇങ്ങനത്തെ കമൻറ്റ് മാത്രം കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ അവർ ഒരു ദിവസം ഇടുന്ന കമൻറ്റ് മാത്രം നമ്മൾ കാണുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള കമൻറ്റ് നമുക്ക് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയാൻ വയ്യ. ഇപ്പോൾ ഒരാൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടാൽ നമ്മൾ അവരുടെ DP കയറി ID കയറി നോക്കുമ്പോൾ അവർ എത്ര കമൻറ്റ് നമുക്ക് ഇട്ടിട്ടുണ്ടോ, എന്തൊക്കെ ഇട്ടിട്ടുണ്ടോ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരാൾ സ്ഥിരം ചോദിക്കുന്നതാ, നിങ്ങൾക്ക് ഫുഡ് അടിയും കറക്കവും മാത്രമേ ഉള്ളൂ, ഫുഡ് അടിയും കറക്കവും മാത്രമേ ഉള്ളൂ എന്ന്. ഫുഡ് ആൻഡ് ട്രാവൽ എന്ന് പറയുന്ന ഫാമിലി വ്ളോഗിൽ ഞാൻ പിന്നെ വേറെ എന്ത് ഇടാനാണ്? എനിക്കിപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് അവിടുത്തെ ചർച്ചകൾ എടുത്തിടാൻ പറ്റുമോ? എനിക്ക് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇടാൻ പറ്റൂ. പിന്നെ കറക്കം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് കറങ്ങുന്നല്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുള്ളി പറഞ്ഞത് ശരിയാണ്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോകുന്നുണ്ട്. കാരണം എല്ലാവർക്കും പനിയായിരുന്നു. അപ്പോൾ ഒരാൾക്ക് മാറി എല്ലാവർക്കും പനിയാണ്. ശീതുവിന് വയ്യാതെ വയ്ക്കുമ്പോൾ അവളെയും കൊണ്ടുപോകും, അടുത്ത് മോന് പനിയാകുമ്പോൾ അവനെയും കൊണ്ടുപോകും, പിന്നെ അച്ഛന് സുഖമില്ല അപ്പോൾ അച്ഛനെയും കൊണ്ടുപോകണം. ഇതിനിടയ്ക്ക് ഇനിയിപ്പോൾ നാളെ അമ്മ വന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് പല്ലുവേദന, അപ്പോൾ ഒരു പല്ലിനെ പറിച്ച് കളയാൻ വേണ്ടിയിട്ട് പോകണം നാളെ. അത് മിക്കവാറും നാളെ പറ്റില്ല. ഞാൻ കുറേ ദിവസം വിളിക്കുക, അമ്മ വരാതിരിക്കുക, അത് കൊണ്ടുപോയിട്ട് 2 പല്ലുണ്ട് അതിനെ പറിച്ചും കളയണം. മിക്കവാറും അത് ഞാൻ അതിനെ പറിച്ച് കളയും. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ ട്രാവലിങ്. അല്ലാണ്ട് വെറുതെ ഉള്ള യാത്രകളൊന്നും അല്ല. പിന്നെ ഉത്സവം കാണാൻ പോകുന്നത്, വർഷത്തിലൊരിക്കലും നമ്മുടെ അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ നമ്മൾ പോകാണ്ട് പിന്നെ ആര് പോകാനാ? ഉത്സവമൊക്കെ കാണണ്ടേ, അല്ലാണ്ട് എപ്പോഴും ജോലിക്ക് പോവുക, പൈസ ഉണ്ടാക്കുക, ബാങ്കിൽ കൊണ്ടിടുക, അതൊക്കെയാണോ ഒരു ലൈഫ്? ഇതൊക്കെയാണ് ലൈഫ്. നമ്മുടെ ജീവനുള്ളിടത്തോളം കാലം നമ്മളെ സംരക്ഷിച്ച് നമ്മളെ ഇത്രയും വരെ കൊണ്ടുവന്നവരാണ് നമ്മുടെ അമ്മയച്ഛനും. അപ്പോൾ അവരുള്ളിടത്തോളം കാലം അവരെ ഹാപ്പി ആയിട്ട് വയ്ക്കുക, അവരുടെ കൂടെ എങ്ങോട്ടെങ്കിലും ഇങ്ങനെ പോവുക. കുഞ്ഞു സന്തോഷങ്ങൾ, അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരുപാട് വലിയ സന്തോഷങ്ങളില്ല. സിനിമയ്ക്ക് പോകലോ, ഞാനൊക്കെ സിനിമയ്ക്ക് പോയിട്ട് എനിക്ക് തോന്നുന്നു പുലിമുരുകൻ സിനിമ ഇറങ്ങിയപ്പോഴാണ്ട് ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്നില്ല. ഉത്സവം വരുമ്പോൾ അങ്ങനെ പോകുന്നു, പിന്നെ അസുഖം ഒന്ന് ചികിത്സിക്കണ്ടേ, അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അല്ലാണ്ട് ഒരുപാട് കറങ്ങാൻ വേണ്ടി പോകുന്നൊന്നും അല്ല. ഒരാൾ പറഞ്ഞിരുന്നു നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് വീഡിയോ കാണിക്കണ ചേച്ചി, ഇവിടുത്തെ പിന്നെ മോനെ സ്കൂളിൽ കൊണ്ടാക്കുന്ന വഴിയും അവിടെയൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് ഞാൻ പ്രോമിസ് ചെയ്തതാട്ടോ, ഞാൻ ഇന്ന് ഞായറാഴ്ച വീഡിയോ എടുത്തിട്ട് തിങ്കളാഴ്ച ആ വീഡിയോ ഇടാമെന്ന്. പക്ഷേ അന്നേരം അമ്മ പോയി. അപ്പോൾ പിന്നെ അമ്മ ഇല്ലാണ്ട് എനിക്ക് ഇവിടെ ശീതുവിനെ വെച്ചിട്ട് എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല വീഡിയോ എടുക്കൽ. ഇത് തന്നെ എൻ്റെ കണ്ടോ, എൻ്റെ ഈ ഒരു കൈ ഇങ്ങനെ ഇരിക്കുക, ഈ കയ്യിലാണ് എൻ്റെ ഫോൺ ഇരിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ചിലപ്പോൾ നാളെ ഇത് പ്രതീക്ഷിച്ചിരിക്കും, ഞാനിപ്പോൾ അങ്ങനത്തെ വീഡിയോ ആണ് ഇടുന്നതെന്ന് വിചാരിച്ചിരിക്കും. സോറി കേട്ടോ, ഞാൻ ഉടനെ അങ്ങനത്തെ വീഡിയോ ഇടാം. ഒരുപാട് പേരെടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഞാൻ ഇടാമെന്ന് മാത്രമേ പറഞ്ഞോളൂ. നാളെ ഇടാമെന്ന് ഞാൻ ഈ കൊച്ചിന് വാക്കും കൊടുത്തുപോയി. ഞാനിപ്പോൾ ചിന്തിക്കുമായിരുന്നു, ദൈവമേ എങ്ങനെ ഇടാനാ. എന്തായാലും ഉടനെ ആ വീഡിയോ ഇടാവേ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീടും പരിസരങ്ങളും മരങ്ങളും അതൊക്കെ ഒന്ന് ഇടണേന്ന് പറയുന്നത്. ഒത്തിരി പേര് പ്രവാസികളാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ അവർക്ക് ഈ പച്ചപ്പും തണലും തോടും അതൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലൊരു കുളിർമയാണ്. അവൾ ഇത്ര നേരം എൻ്റെ മുടി പിച്ചെടുക്കുമായിരുന്നു, ഇപ്പോൾ മോൻ്റെ അടുത്തോട്ട് പോകാം കേട്ടോ. ഇവിടെ ചിന്തിക്കുന്നതിന് ഞങ്ങളൊക്കെ കോഴികളാണെന്നാണോ? തലമുടി മൊത്തം പിച്ചെടുക്കുക. എന്താടി നോക്കുന്നേ? ചിക്കനാണോ ഒന്ന് പിന്നെ എടുക്കാൻ? അവൻ ഇച്ചിരി ഇംഗ്ലീഷിൽ സംസാരിച്ച് ചിക്കനാണോ, ഞാൻ കോഴി എന്ന് പറഞ്ഞപ്പോൾ അവൻ ചിക്കനാണോ ഒന്ന്.
അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഫുഡിൻ്റെ വീഡിയോ അധികം ചെയ്യാത്തത് എല്ലാവർക്കും വയ്യാഞ്ഞിട്ടാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിള്ളേരുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, പിള്ളേർക്ക് സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിപാടി നടക്കില്ല. ആവും പോയി ഒരു പരിപാടി നടക്കില്ല. അവരുടെ പിറകെ നമ്മളിങ്ങനെ നടക്കണം. പ്രത്യേകിച്ച് ഇതുപോലെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 2-3 ദിവസം വെച്ച് എൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആവും. അന്നേരം ഞാൻ പഴയതുപോലെ ഫുഡിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം. ഒരുപാട് പേര് പറയുന്നുണ്ട് ഫുഡിൻ്റെ വീഡിയോ എന്താ ഇടാൻ, ഞാൻ ചോദിക്കുന്നുണ്ട്. ഉടനെ ഇടാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ മോന് 21-ാം തീയതി പരീക്ഷ തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ അവിടെ ഞാനേ തലമുടി തന്നെ ഇങ്ങനെ വെച്ച് കിട്ടി കേട്ടോ. ഇവിടെ എൻ്റെ തലമുടി മൊത്തം പിച്ചെടുക്കുവാന്നേ. ആകപ്പാടെ 5-6 മുടിയുണ്ട്, അതിന് പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരത്തെ എൻ്റെ ബാലയിലോട്ട് പോയിരിക്കുക. നിങ്ങളുടെ അവിടെയൊക്കെ ചൂട് എങ്ങനെയുണ്ട്? ഇവിടെ ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഭയങ്കര ചൂട്, എന്ത് പറയാനാണ്. ഇവിടെ അങ്ങനെ അധികം ചൂടില്ലാത്തതാണ്, പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ചൂടാട്ടോ. ഞാൻ എൻ്റെ ഇനി ക്യാമറ ഒന്ന് പൊക്കി കാണിച്ചാൽ കേട്ടോ. ക്യാമറ കണ്ടോ, മരങ്ങൾ ഇങ്ങനെ നിൽക്കുവാണേ, ഇത്രയും മരങ്ങൾ നിൽക്കുവാണ്. പക്ഷെ എന്നിട്ടും ഭയങ്കര ചൂട്. നമ്മുടെ വീടും പരിസരമൊക്കെ കാണണമെന്ന് പറഞ്ഞവർക്ക് ജസ്റ്റ് ഞാനൊന്ന് കറങ്ങി കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇങ്ങനെ കറങ്ങിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്യാമറ ഒന്ന് കറക്കി കാണിച്ചു തരാം. എന്നിട്ട് ഞാനൊന്ന് കറങ്ങി കാണിച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് ഇവിടെ നിൽക്കുന്ന ഒരു ഈറ മരമാണ് കേട്ടോ. ഈറയാണ്, മുളയല്ല. മുളയാണെങ്കിൽ മഞ്ഞായിരിക്കുമല്ലോ. ഇത് ഈറയാണ്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇത് ഇവിടെ ഇഷ്ടംപോലെ പനിക്കൂർക്ക അമ്മ നട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നാക്കൊടുക്കുന്നു, എന്താണാവും. പക്ഷെ അതൊക്കെ ഇപ്പോൾ വെയിലായിട്ട് ഇച്ചിരി ഉള്ളൂ കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണ്ട, കാരണം അതുപോലെ വെയിലാണ്. ഇതൊക്കെ അച്ഛൻ്റെ വാഴ കൃഷികളാണ്. ഇവിടുത്തെ പ്രധാന വാഴ ഞാനാണെങ്കിലും ഇതുപോലുള്ള വാഴ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, വാഴ കൃഷിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഴ കൃഷി എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല കേട്ടോ. 3 ഉള്ളൂ, 3 വാഴ. അതിനാണ് ഞാൻ വാഴ കൃഷി എന്ന് പറയുന്നത്. ഇത് ഇവിടെയാണ് വീടിരിക്കുന്നത്. വാടക വീടാണേ, സ്വന്തം വീടല്ല. മുളകുണ്ട്, മുളക് കൃഷി. അത് കാണിച്ചില്ല കേട്ടോ. മോനെ വാടാ. തപ്പിത്തടഞ്ഞു വീണാൽ പണി പാളും. കാട്ടിനകത്ത് കയറി പോകും, വല്ല പന്നി ഉണ്ടാവാമോ? മുളക് കൃഷി കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലുള്ള മുളകുകൾ ഒരുപാടുണ്ടേ. കണ്ടോ, ഇത് ഭംഗിക്ക് കാണാൻ മാത്രമേ കൊള്ളാവൂ. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, ഭയങ്കര എരിവാ. ദേ നിൽക്കുന്നത് ഒരു വലിയ പച്ചക്കറിയിലുള്ള വലിയ മുളക്. ഈ മുളക് ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീക്കുമ്പോൾ കരയും ചെയ്യാറുണ്ട്. കണ്ടോ, തല്ലുകൊള്ളിയാണ്, തല്ലുകൊള്ളി. പച്ചമുളക് ഒത്തിരി ഉണ്ട്, പക്ഷെ വെയിലായതുകൊണ്ടേ ഇവിടെ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. കണ്ടോ, ഇതെല്ലാം മുളകാണേ. ഇതെല്ലാം മുളകാണ് ഇവിടെ, പക്ഷെ വെയിലായതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. ഇതൊക്കെ എൻ്റെ അമ്മയുടെ കറിവേപ്പില കൃഷികളാണ്. എന്താ കണ്ടോ, കറിവേപ്പില മരം. ഇത് കറിവേപ്പിലയാണ്. പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകൾ ഒരുപാടുണ്ട് കറിവേപ്പിൻ്റെ. ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട്. മുകളിലോട്ട് ഒത്തിരി കായുണ്ട്, താഴെ നമുക്ക് കിട്ടത്തില്ല. ഈ റബ്ബറിൽ മുഴുവൻ പടർന്ന് കിടക്കുക. ഒത്തിരി കായുണ്ട് കേട്ടോ, എന്നും കാ കിട്ടാറുണ്ട് നമുക്ക്. ഫാഷൻ ഫ്രൂട്ട് കിട്ടാറുണ്ട്. ഫാഷൻ ഫ്രൂട്ട് അല്ല, പാഷൻ ഫ്രൂട്ട്. കാരണം നാളെ ഇനി വീട് കണ്ടിട്ട് പറയും ഫാഷൻ അല്ലേ ചേച്ചി, പാഷനാന്ന്. ഒരു കൊച്ചു കേട്ടോ, അവൻ എന്നെ ചേച്ചിക്കുട്ടാന്ന് വിളിക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബറാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് മിക്കപ്പോഴും അവൻ പരാതിയായിട്ട് പറയാറുണ്ട്, ചേച്ചി എന്താ പൊട്ട് വയ്ക്കാൻ. ഇന്നലെ പണങ്ങി പോയി കേട്ടോ, ഞാൻ പൊട്ട് വെച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നു പോകുന്നതാണ്. പിള്ളേരൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ അവരുടെ പുറകെ ഓടി നടന്നിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴായിരിക്കും നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പൊട്ട് വയ്ക്കൽ, തലമുടി ഇപ്പം തന്നെ തലമുടിയൊന്നും ചീകിട്ട് പോലും ഇല്ല കേട്ടോ. ഞാൻ കുളിച്ചിട്ട് വന്ന് അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ പൊട്ട് വയ്ക്കൽ അതൊക്കെ മറന്നു പോകാറുണ്ട് ശരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നലെ അവന് കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ടായിരിക്കും മോനെ, കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും പൊട്ട് വയ്ക്കാമെന്നാണ്. പക്ഷേ ഇന്നും മറന്നുപോയി. നാളത്തോട് ഈ വീഡിയോ ഇറങ്ങുന്നതോടുകൂടി അവൻ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അടുത്ത വീഡിയോക്ക് എന്തായാലും ഞാൻ പൊട്ട് വയ്ക്കാം. പിന്നെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു, അച്ഛൻ എന്ത് പറ്റി ചേച്ചി, എന്ത് പറ്റിയാടാ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അച്ഛന് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫിസിഷ്യനെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആറ്റിങ്ങിലുള്ള സിനു ഡോക്ടർ റൂമിൽ നമ്മൾ കൊണ്ടുപോയി കാണിച്ചു കേട്ടോ. അവിടെ ഒരു ഗവൺമെൻറ് ആശുപത്രി, ഞാൻ മറന്നു പോകുന്നു, അതിൻ്റെ പേര് എപ്പോഴും ഞാൻ മറന്നു പോകും. അവിടുത്തെ ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ പുള്ളിയെ കൊണ്ട് കാണിച്ചു, നമ്മൾ എക്കോ ഒക്കെ എടുത്തു, ECG എല്ലാം എടുത്തപ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, ഒരു കുഞ്ഞു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോൾ കാർഡിയോളജിയെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ആദ്യത്തെ കാലം ചുമയും ശ്വാസം മുട്ടലും കുറവുണ്ട്. ഇപ്പോൾ മരുന്ന് കഴിച്ചിട്ട് നല്ല ഡോക്ടറാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ചെറിയൊരു ചിറ്റ്ചാറ്റ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ചിറ്റ്ചാറ്റിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയണം. ഞാനിതൊക്കെ എവിടെയൊക്കെ കണ്ടും കേട്ടൊക്കെ ഉള്ള അറിവാണ്. നാളെ എൻ്റെ അടുത്ത് ചോദിക്കല്ലേ ഈ ചിറ്റ്ചാറ്റ് എന്തായി ചെയ്യുന്നു ചോദിച്ചാൽ എനിക്ക് അറിയാം. വല്ല ചിപ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് എപ്പോഴും എൻ്റെ ചെവിയിൽ കയറിയൊരു സംഭവമാണ് ചിറ്റ്ചാറ്റ്. ഞാൻ എവിടെ കണ്ടുണ്ട് കേട്ടോ, യൂട്യൂബിൽ തന്നെ. അങ്ങനെ വെറുതെ തള്ളി മറിച്ചാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് മിഠായിയാണെന്ന് പറയാം. അത് അവൻ എൻ്റെ മോനല്ലേ, അതുകൊണ്ട് അവനും കഴിക്കുന്ന കാര്യത്തിലാണ് ശ്രദ്ധ കൂടുതൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ പുതിയൊരു നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതേ കരഞ്ഞു തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് പറയാം, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.